നൽകിയിട്ടുള്ള ഒരു മറുപടിയാണത്. ഇനി ഇയാൾ ന്യായീകരിക്കുന്നത് റഹ്മത്തുള്ള കാസിമി ഉത്തരം പറഞ്ഞു എന്നാണ്. അത് നമുക്ക് അവസാനത്തിൽ കാണിക്കാം. ഈ വേട്ടാവളിയം പറയുന്നത് കുറച്ചുകൂടി നമുക്കൊന്ന് കേൾക്കാം. ആരാ ചങ്ങായി ഇജ്ജ് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ വാപ്പാന്ന് പറയാൻ എനിക്ക് അറിയാനിട്ടൊന്നുമല്ല, ഞാനത് പറയണില്ല. കാര്യം എന്താ അറിയോ, എൻ്റെ തലയിലൊരു കെട്ടുണ്ട് എന്നിട്ട് പേടിച്ചിട്ടൊന്നുമല്ല, ഒരു മാന്യത ഉണ്ട് കേട്ടോ. ആരാ ചെങ്ങായി ഇജ്ജ്, എടാ പോടാ, ഇജ്ജ് എന്നാടോ ഇന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കാനായത് എന്ന് എനിക്ക് ചോദിക്കാൻ അറിയാനിട്ടല്ല. പിന്നെ കുറച്ചൊരു മാന്യത ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഇവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മാന്യത വിടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആരെയാണ് പരിഹസിക്കുന്നത്? ആരെയാണ് നീ പറയുന്നത്? ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഖുർആൻ പ്രഭാഷണത്തിലൂടെ അറിവ് കൊടുക്കുന്ന ഒരു പണ്ഡിതനെ കുറിച്ച്. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്നൊന്നും പറയണ്ട, കേരളത്തിൽ ഇട്ടാവട്ടത്ത് കുറച്ച് ആളുകൾക്ക്, അതിന്റെ അപ്പുറത്തേക്ക് ലോകത്തേക്കൊന്നും ഇജ്ജ് ഉണ്ടാക്കണ്ട. പറ. എന്റെ അർശമ മുട്ടുന്ന ചോദ്യം ഖുർആനാണോ മൻഖൂസ് മൗലിദാണോ അഫ്ളൽ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ അദ്ദേഹം ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോടി എന്ന് പറയുമ്പോൾ എടാ പോടാന്നൊക്കെ വിളിച്ചാൽ എന്റെ തലയിൽ കെട്ട് എനിക്ക് അധികമാവൂല. പോടാ ചെങ്ങായി അവിടുന്ന്. അയാൾ ഉത്തരം പറഞ്ഞിട്ടില്ല, കാണിച്ചു കൊണ്ടടാ. അങ്ങനെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എടാ മൊയന്തേ അതല്ല ആദ്യം കാണിക്കണ്ടേ. ഇജ്ജ് എടാന്നിട്ട് വിളിക്കണ്ടേ. ഇജ്ജ് ആരാടാ? ഇജ്ജ് ആരാ? അല്ല ഇജ്ജ് എന്നെ എടാന്നൊക്കെ വിളിക്ക. ഇജ്ജ് ആരാടാ ഇജ്ജ്? മാന്യമായിട്ട് വർത്താനം പറയാ. ഏടാ പോടെന്നൊക്കെ കുടിയിലുള്ളവരെ പോയി വിളിച്ചാൽ മതി. മനസ്സിലായോ? പറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ കേട്ടത് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ഉസ്താദിനോട് ഒരു കുട്ടി വന്ന് ഖുർആനാണോ മൻഖൂസ് മൗലൂദാണോ ഓതേണ്ടത്, ഓതിയാൽ പ്രതിഫലം കൂടുതൽ എന്ന് ആ കുട്ടി ചോദിച്ചു എന്നാണ് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി അതിന് മറുപടി പറയാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നുള്ള ചർച്ചയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് വേണ്ടി മറ്റുള്ള ഒരു മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പുതിയ ചാനൽ വളരാൻ വേണ്ടി അദ്ദേഹം മൻസൂർ മണ്ണാർക്കാടിനോട് എതിരെ ഒരു വീഡിയോ ഇട്ട് അദ്ദേഹം വിമർശിക്കുകയാണ്. റഹ്മത്തുള്ള കാസിമിയുടെ മറുപടി പറഞ്ഞില്ല എന്ന് ഇദ്ദേഹം വരേണ്ട ആവശ്യമില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്, ഇദ്ദേഹത്തിൻ്റെ ചാനൽ വളരാൻ വേണ്ടിയാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ആ കുട്ടി ചോദിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, കുട്ടി ചോദിച്ചത് ഖുർആനാണോ നമ്മൾ ഓതേണ്ടത്, അതല്ല മൻഖൂസ് മൗലൂദ് ആണോ ഓതേണ്ടത് എന്ന്. അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി മറുപടി പറയാതെ ഓടേണ്ട ആവശ്യം ഇല്ല. ഖുർആനാണ് ഓതേണ്ടത്, ഖുർആനാണ് പ്രധാനം, ഖുർആൻ ഓതിയാലാണ് കൂടുതൽ പ്രതിഫലമെന്ന് പറയാൻ അത്ര മടി എന്തിനു വേണം? ഇദ്ദേഹം ജീവിതം മുഴുവനും ഖുർആൻ സ്റ്റഡി ക്ലാസ് എടുക്കുന്നതാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. ഒരുപാട് പൊട്ടന്മാരെ മുമ്പിലിരുത്തിയും കൊണ്ട്, പൊട്ടന്മാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പൊട്ടന്മാരെ, നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി. ഏതായാലും ഇത്ര ചെറിയ കുട്ടിക്ക് മറുപടി പറയാതെ അദ്ദേഹം സ്ഥലം വിടാൻ കാരണം, ഇവിടെ ഇതാരോ മുജാഹിദുകൾ അയച്ച കുട്ടിയായിരിക്കുമെന്നുള്ള ഒരു കാരണം കൊണ്ട് മൻഖൂസ് ഓതേണ്ടതില്ല എന്നുള്ള രീതിയിൽ അവിടെ ഉത്തരമുട്ടിയതാണ് ഇദ്ദേഹം. ഏതാണെങ്കിലും ഇദ്ദേഹം സുന്നി വിശ്വാസിയായതുകൊണ്ട് ഇദ്ദേഹം ആദ്യമായിട്ട് പറയേണ്ടത് ഖുർആനാണ് ഓതേണ്ടത് കുട്ടി. അതിൻ്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
പേരിൽ സ്വലാത്ത് പറയലാണ് എന്ന് പറഞ്ഞ് സ്ഥലം വിടേണ്ടതിന് പകരം അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നുള്ള രീതി അവിടെ ഉണ്ടായതുകൊണ്ട് അതിനെതിരെ മൻസൂർ മണ്ണാർക്കാട് ചെയ്ത വീഡിയോ ഉപയോഗിച്ചും കൊണ്ട് ഈ മുസ്ലിയാർ അവിടെ വീഡിയോ ചെയ്ത് ചാനൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, സബ്സ്ക്രൈബ് കൂട്ടാൻ വേണ്ടിയും അതുപോലെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയും ചെയ്ത കാര്യമാണ്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മൻസൂർ മണ്ണാർക്കാട് അത്രയും തറപ്പിച്ച് എതിർത്ത് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാഷ അത്ര നല്ലതല്ല. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വളരണം. ആ വളർച്ചക്കായി മൻസൂർ മണ്ണാർക്കാടിനെ യൂസ് ചെയ്തു എന്ന് മാത്രമാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുമല്ല. ഇതിന് ശരിയായ മറുപടിയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. 2-3 വീഡിയോകൾ ചെയ്ത് അദ്ദേഹത്തിന് കസാലയിൽ പോലും ഇരിക്കാൻ കഴിയാത്തത്ര കലിപ്പ് പോലും ഉണ്ടാകുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് വളർന്നു കിട്ടട്ടെ എന്നുള്ള ഒരു കൊതി മാത്രമാണ്. ഇതുപോലെ ഇതിന് മുമ്പ് ഒരു 2 മുസ്ലിയാക്കന്മാർ, റഹീം നിസാമി എന്ന് പറയുന്ന ഒരാളും, അദ്ദേഹത്തിന് നിങ്ങൾക്ക് കാണാം. ഈ ആയത്തിന്റെ തുടക്കവും അതിന്റെ അവസാനത്തിലും ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ ഉറപ്പിച്ചു പറയും ബി അന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുക്കുമുല്ലാഹ്. ഇന്നമാ വലിയുക്കുമുല്ലാഹ് എന്ന അല്ലാഹുവിന്റെ വാക്കിലെ വലിയ കൊണ്ടുള്ള ഉദ്ദേശം ലൈസ ഇല്ലാ ബിമഅനൻ നാസിരി വൽ മുഹിബ്ബി. ബഹുമാനമുള്ളവരെ, ഇദ്ദേഹം ഒരുപാട് കാലം ഇദ്ദേഹം മൻസൂർ മണ്ണാർക്കാടിനെതിരെ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഈ ചാനൽ വീക്കായിട്ടുള്ള ജനങ്ങൾ, വരുമാനം കൊതിച്ചും കൊണ്ട് ചെയ്യുന്നവർ മൻസൂർ മണ്ണാർക്കാടിനെ ഉപയോഗിക്കുന്നു എന്നൊരു ഖേദമാണത്. അവിടെ വിഷയമോ ജനങ്ങളെ പഠിപ്പിക്കലോ ഒന്നുമല്ല. ഇവർക്ക് വളരണം, അതിൽ കിട്ടുന്ന നക്കാപ്പിച്ച് കഴിക്കണമെന്നുള്ള ഉദ്ദേശമാണ്. കൂടാതെ മറ്റൊരാളെ നിങ്ങൾക്ക് കാണാം, ഫാഹിം മുനീർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാറാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള വിടുവായുത്തത്തിനൊന്നും മറുപടിയില്ല. ഇനി നമുക്ക് വേറെ ഒരു കാര്യം കേൾക്കാം. ഖുർആനിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഞാൻ ഖുർആനിനേക്കാൾ വലിയ ആളാണ്, ഖുർആനിനേക്കാൾ ഷറഫ് എനിക്കാണ് എന്ന് വാദിച്ച പടുജാഹിൽ ബീരാണ്ടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ വലിയാക്കിയിട്ട് വലിയ ഷെയ്ഖാക്കിയിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ബഹുമാനമുള്ളവരെ, ഇദ്ദേഹം വളർന്നതും അതുപോലെ തന്നെയാണ്. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിഷയവും. ഇദ്ദേഹം വന്നതും ഒരുപാട് പ്രാവശ്യം മൻസൂറെ എന്ന് വിളിച്ചും കൊണ്ട് ആ സമയത്ത് അദ്ദേഹം ദിക്റെടുത്തിരുന്നെങ്കിൽ നല്ലൊരു ഷെയ്ഖായാണ്. അത്രയും മൻസൂറെ എന്ന് വിളിച്ച് കഴിവിൻ്റെ പരമാവധി നേടുകയും അവിടെ സബ്സ്ക്രൈബ് കൂട്ടുകയും അതിൽ വിജയിക്കുകയും പിന്നെ വിഷയം മാറി വേറെ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്തു. ആദ്യം കണ്ട റഹീം നിസാമിയാണെങ്കിലോ അദ്ദേഹം പരാജയവും പെട്ടു. അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കുറച്ച് മാത്രമേ നേടാൻ കഴിഞ്ഞു എന്നാണ്. ഇവർ മതപണ്ഡിതന്മാരാണ്. ഇവർ ജനങ്ങളെ പഠിപ്പിക്കേണ്ടവരാണ്. സാധാരണക്കാർ വീഡിയോ ചെയ്യുമ്പോൾ ഇവർ അതിനെ ശ്രദ്ധിക്കണം. ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് അതിനെ അവർ ശ്രദ്ധിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് ഇവരുടെ കർത്തവ്യം അതല്ല, ദീന് മറ്റുള്ളവരെ പഠിപ്പിക്കുക, അറിയാത്തവർക്ക് പഠിപ്പിക്കലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് ചാനൽ വളരണം, കണ്ടിടത്ത് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, എല്ലാം ചെയ്യണം ഇവർക്ക്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇവരുടെ വരുമാനം യൂട്യൂബിൽ നിന്ന് വരാനും അതിനെ കഴിക്കാനും കൊതിച്ചു പോയി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.